ഒരു ബീഫ് ചില്ലിയില്ല നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോയോളം, 1/2 കിലോ 3/4 കിലോൻ്റെ ഉള്ളിൽ അങ്ങനെ എടുക്കാട്ടെ. കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ ബീഫ് വേവിച്ചിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് കുറച്ച് 1 അരക്കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. നല്ലപോലെ എന്ന് പറയുമ്പോൾ വെന്തോടെയുണ്ട ഒരു 90% ഒക്കെ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ചെണ്ണ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ നോക്കിയിട്ട് എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെക്കട്ടെ. ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് എന്താ പറയുക ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ നല്ല ഹാർഡായി പോകും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഇനി ആ ഒരു പാനിൽ തന്നെ കുറച്ച് ഓയിൽ മാറ്റിയിട്ട് അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും അതുപോലെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു സവാള കട്ട് ചെയ്തത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കട്ടെ. നല്ലപോലെ അത് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലോട്ട് അരമുറി ക്യാപ്സിക്കല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ ഒരു 1/2 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിട്ടില്ല ബീഫിൻ്റെ ആ ഒരു വെള്ളത്തിലോട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി കലക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി 1 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വലുതായി കട്ട് ചെയ്ത് അരമുറി സവോളയും അരമുറി ക്യാപ്സിക്കവും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കിഡിലനായിട്ടുള്ള ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. താങ്ക് യു.